ഷഷ്ടിപൂർത്തിയായി ചുരുക്കി പറഞ്ഞു. ഇപ്പൊ ഇതിങ്ങനെ ഇതിനകത്ത് കാണുന്നല്ലോ, പിടിക്കുന്നുണ്ടോ? മരുന്നല്ലോ നിലയില് എന്നോട് ചോദിച്ചു. ഞാൻ അതെന്നാ ചെയ്യേണ്ടത്? അവൻ പല പ്രാവശ്യം വന്നിട്ടില്ലയോ? കാറും കൊണ്ട് വരുമ്പോഴേക്കാണ് വരും. അത് ആവശ്യമുള്ള ലൈറ്റ് ഇല്ലേ? പല്ല് കളി കാണാതെ തിരിച്ചിരിക്കും. പിടിച്ചു വരിക നമ്മളോരൊന്ന് പറയാം. ഇതുപോലെ അവനിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളോ? എവിടെ പോയതാ ഇപ്പം? ഞാൻ പെണ്ണ് കാണാൻ പോയതാ. ഇവിടെ ആർക്കാ? ആർക്ക്? ഇവിടെ ആർക്കാരും പെണ്ണിനെ കാണാമല്ലേ? പെണ്ണ് കണ്ടു വെച്ചേക്കാം. രണ്ട് വെച്ചിരിക്കാറ്. എവിടെയാ പോയത്? ഏതായാലും റോസം പോയിട്ട് കുറെ ദിവസങ്ങളായി, പിള്ളേരും പോയിട്ട് കുറെ ദിവസങ്ങളായി. അത് ഇവിടെ ഇപ്പൊ ആരും ഇല്ല. അങ്ങനെയാണെന്നൊരു എന്റെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. അപ്പം ഇങ്ങനെ പണ്ടത്തെ 25 പേരെ കണ്ടത്, 50 പേരെ കണ്ടത്, 25 പേരെ സെലക്ട് ചെയ്യാന്നുള്ളതാ. 25 കൊണ്ട് നിർത്തുക. 25 കഴിഞ്ഞു. ഇന്നുകൊണ്ട് 25 കഴിഞ്ഞോ? ഇന്നുകൊണ്ട് 25 തീർന്നു. ഇനിയും സെലക്ഷൻ കൂടെ വിളിച്ചിട്ടുണ്ട്. അവരോട് വന്നു കഴിഞ്ഞിട്ട് സെലക്ഷൻ ആകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാം. റോസാമൊക്കെ എന്ത് ചെയ്യും? അവര് പൂനെക്ക് പോയിരിക്കുന്നു. അവിടുന്ന് ബോംബെക്കൂടെ പോകാൻ എഴുതിയിട്ടുണ്ട്. ബോംബെയിലൊക്കെ പോയി അങ്ങനെ അവര് വലിയ തിരിച്ചിങ്ങോട്ട് വരും. 22-ാം തീയതിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പൊന്നും കല്യാണമില്ല. കല്യാണം ഒക്ടോബറിലേക്കേ ഉള്ളൂ. അവർക്ക് വന്നതിന് ശേഷം അവരുടെ സാന്നിധ്യം ആവശ്യമാണല്ലോ. ജോലിക്കൊന്നും പോകുന്നില്ല? ജോലിക്ക് പോകാനായിട്ട് പക്കാത്ത ഒരു സാഹചര്യമാണല്ലോ അന്ന് കണ്ട മനസ്സിലായില്ലേ? അപ്പച്ചന്റെ ഉണ്ടോ? അപ്പച്ചനെ ഇട്ടേച്ച് അങ്ങനെ പോകാൻ ഒക്കുകയില്ല. അപ്പച്ചനെ ഇപ്പൊ നോക്കാൻ മറ്റ് ബ്രദേഴ്സിന് ആർക്കും സൗകര്യമുള്ളവരാരും ഇല്ലിപ്പോ. അപ്പം ജോലിയേക്കാൾ പ്രാധാന്യം അപ്പച്ചന്റെ കാര്യത്തിന് കൊടുത്തത് കൊണ്ട് അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മയുടെ കാര്യമായിരുന്നു. 2 വർഷം അങ്ങനെ നിന്നു. അമ്മയുടെ പ്രശ്നം കഴിഞ്ഞപ്പം പോയി. ഈ പ്രാവശ്യം വന്നപ്പോ അപ്പച്ചന്റെ പ്രശ്നമായി.